ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. ബദാം മിൽക്കാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസ് മിസ്സാക്കാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബദാം മിൽക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബദാം തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം എന്തുമാത്രം ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ ബദാം മിൽക്ക് എന്നുള്ളത്. അപ്പോൾ കുറച്ച് ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 10-15 ബദാമുണ്ട്. ഇത് ഞാൻ ഓവർനൈറ്റ് നന്നായിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ പുറത്തുള്ള സ്കിന്നെല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. സാധാരണ ബദാമിൻ്റെ മിക്സൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതല്ലാതെ ബദാം മിൽക്ക് തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതൊന്നും അല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ സ്കിന്ന് ഫുള്ളൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബദാമിൻ്റെ സ്കിന്ന് ഫുള്ള് ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുതിർന്നിരിക്കുന്നതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ബദാം മിൽക്ക് തയ്യാറാക്കി തുടങ്ങാം. ഇനി നമുക്ക് ബദാം എല്ലാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. കാരണം ചെറിയ ജാറിൽ മാത്രമേ നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ്. കൂടെ തന്നെ കുറച്ച് കുങ്കുമപ്പൂ കൂടി ചേർക്കുകയാണ്. ഈ കുങ്കുമപ്പൂ ചേർക്കുമ്പോഴത്തേക്കും ഒരു ഇളം മഞ്ഞ കളർ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ കുങ്കുമപ്പൂ ചേർക്കുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നല്ല വൈറ്റ് കളറിലായിരിക്കും നമ്മുടെ ബദാം മിൽക്ക് കിട്ടുന്നത്. അത്രയേ ഉള്ളൂ. ഇനി ഈ ബദാം നന്നായിട്ട് അരഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ സ്മൂത്തി ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് വേണ്ടത് പാൽ ചൂടാക്കാനാണ്. അപ്പം ഇനി നമുക്ക് പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു 400 ml പാൽ എടുത്തിട്ടുണ്ട്. പശുവിൻ പാലാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടണം. അതായത് തിളച്ചിട്ട് കിട്ടണം. അതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ഈ ബദാം മിൽക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. നമുക്കിതിങ്ങനെ പാലിൽ ചേർത്തിട്ടല്ലാതെ തന്നെ സാധാരണ നോർമൽ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്കിത് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴും നമുക്ക് ഈ ഫുൾ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. പാലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ബദാം മിക്സ് കൂടി ചേർക്കാം. ബദാം മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിനി ഒരുപാട് സമയം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 30 സെക്കൻഡ് അതൊന്ന് ചൂടാക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. ആ ബദാമിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇപ്പം തന്നെ നല്ലതുപോലെ വരുന്നുണ്ട്. നമുക്കിനി ഇത് പുറത്തുനിന്ന് ബദാം മിക്സോ അല്ലാന്നുണ്ടെങ്കിൽ ബദാം മിൽക്കോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ വീട്ടിൽ തയ്യാറാക്കി കുടിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ചൂടോടെ തന്നെ കുടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചും കുടിക്കാം. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. നല്ല ശുദ്ധമായ പഞ്ചസാരയാണ്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം സാധാരണ നമ്മുടെ നോർമൽ പഞ്ചസാര ചേർത്താലും മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേൻ ചേർത്താലും മതിയാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ ഷുഗർ ഒന്നും ചേർക്കാതെ കുടിക്കുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് മധുരം ഉണ്ടെങ്കിൽ അവർ കഴിക്കുള്ളൂ. അതിൻ്റെ പേരിലാണ് ഒരല്പം മധുരം ചേർത്തത്. ഇപ്പോൾ നമ്മുടെ ബദാം മിൽക്ക് നല്ലതുപോലെ തിക്കായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ആറ്റിയെടുക്കണം. ഇത് ആറ്റിയെടുക്കുന്ന ടൈമിൽ വീണ്ടും കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും. എന്നിട്ട് വേണം നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബദാം മിൽക്ക് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.